എല്ലാവർക്കും നമസ്കാരം. NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആൻഡ്രിയാണ് നിങ്ങളോടൊപ്പം. ഇന്ന് NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ജെമിനി പോൾ ആണ്. ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് ഓബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയാണ്. NMC മെഡിക്കൽ സെന്റർ ദേറയിലാണ് ഡോക്ടർ ജെമിനി പോൾ വർക്ക് ചെയ്യുന്നത്. ഡോക്ടറിനെ സ്വാഗതം ചെയ്യുന്നു NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിലേക്ക്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ഇപ്പൊ ഇവിടെ NMC മെഡിക്കൽ സെന്റർ ദേറയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? 16 വർഷമായി. 16 വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ NMCയിൽ തന്നെയാണ് 16 വർഷമായിട്ട്. അതെ. ഓക്കെ. ഡോക്ടർ നാട്ടിലെവിടെയാണ്, പഠിച്ചത് എവിടെയാണ്, അതൊക്കെ ഒന്ന് പറയാമോ? ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ലുധിയാന, പഞ്ചാബ്. എന്റെ MBBS-ഉം MDയും എല്ലാം അവിടെ തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാന് കൂടുതലും എന്റെ 14 വർഷം ഞാന് TMM മെഡിക്കൽ ഹോസ്പിറ്റൽ തിരുവല്ല അവിടെയാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ ഇവിടെ ദുബായിൽ NMC ഇവിടെ വന്നിട്ട് ഇപ്പൊ 16 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? 16 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഡോക്ടർ. അപ്പൊ എന്തായാലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് അവയർനെസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് വിമൻസ് ഹെൽത്ത് എന്നുള്ളതാണ്. സ്ത്രീകളുടെ ആരോഗ്യം എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ്, അതാണ് നമ്മൾ ഇന്നത്തെ NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിലൂടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഒരു സ്ത്രീയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? ഒരു കുടുംബത്തിന്റെ ആരോഗ്യമെന്ന് പറയുന്നത് തന്നെ ആ വീട്ടിലെ അമ്മയുടെ ആരോഗ്യം അനുസരിച്ചാണ്. അമ്മയുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് അത് കുടുംബത്തെ മുഴുവൻ അഫക്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഒരമ്മയുടെ ആരോഗ്യം, ഒരു ഫാമിലി കുടുംബം തുടങ്ങുമ്പം തന്നെ അമ്മയുടെ ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്സ് കാണും, മറ്റുള്ളവരോട് ഇടപെടാനുള്ളത്, മെന്റലി ഫിസിക്കലി എല്ലാ കാര്യത്തിലും അമ്മയുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അമ്മയുടെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു എല്ലാ വിധത്തിലും ലൈക്ക് ഹെൽത്തി എന്ന് പറയുന്നുണ്ട്, ഒരു നോർമൽ ഹെൽത്ത്, അനീമിയ ഇല്ലാതെ, ബ്ലഡ് ഒക്കെ നോർമൽ ആയിട്ടുള്ളത്, പിന്നെ വേറെ അണ്ടർലൈങ് ഇനി ഇപ്പോഴ് നമ്മുടെ നാട്ടിലെ വലിയൊരു ശാപം എന്ന് വേണേ പറയാം, ഒബീസിറ്റി. നമ്മള് കുടുംബം തുടങ്ങുമ്പോൾ തന്നെ ഒബീസിറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു എന്താ പറയുന്നേ, അമ്മയ്ക്ക് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ലൈക്ക് ബ്ലഡ് പ്രഷർ, പ്ലസ് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, പിന്നെ ക്യാൻസർ. ഇത് മൂന്നും ഒബീസിറ്റിയെ അനുസരിച്ച് ഇപ്പൊ ഒരുപാട് ഇൻസിഡൻസ് കൂടുന്നുണ്ട്. അപ്പം ഒരമ്മയുടെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. കുട്ടികളുടെ വെയിറ്റ് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അമ്മമാർക്ക് അതേപ്പറ്റി ഒരു അവയർനെസ് വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമായുള്ള കാര്യങ്ങളാണ്. ലൈക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് എത്ര വെയിറ്റ് വേണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അമ്മമാർക്ക് അതേപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്ത് പിന്നെ അവരുടെ കുടുംബജീവിതം തുടങ്ങുമ്പോഴും ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിലേ പിന്നെ വരുന്ന ഭാവി തലമുറ കുഞ്ഞുങ്ങളുടെ വെയിറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ വലിയൊരു ഇത് എന്റെ അടുത്ത് 11-12 വയസ്സുള്ള കുട്ടികൾ വരുന്നത് വെയിറ്റ് ഞാൻ തന്നെ ഷോക്കായിപ്പോ 70-80 കിലോസ് ഒക്കെയാണ്. അതൊക്കെ അപ്പൊ അമ്മമാര് ഒരേ എക്സ്ക്യൂസ് പറയുന്നത് അവർക്ക് സമയമില്ലെന്നാണ്. 24 മണിക്കൂറിൽ നമുക്ക് എക്സസൈസ്, ഭക്ഷണം, ഇതേപ്പറ്റിയുള്ള ഒരു അവയർനെസ് അമ്മമാർക്കുണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബത്തിന്റെ ആരോഗ്യം നല്ലതായിട്ടിരിക്കത്തുള്ളൂ. പിന്നെ ഈ ഡിസീസസ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ഒക്കെ തുടങ്ങിയ ലൈഫ് ലോങ് അസുഖമാണ്. അത് നാളെ മാറുമെന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇത് വരുന്നതിന് മുമ്പ് നമ്മൾ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം വെയിറ്റ് ആണ് ഞാൻ ഏറ്റവും വെയിറ്റ്, ഫുഡ്, ഇതാണ് ഏറ്റവും അവെയറായിട്ട് ഒരു കുടുംബം തുടങ്ങുമ്പം ഒരു അമ്മ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എങ്കിലേ നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം അമ്മയുടെ കയ്യിലാണ്. അമ്മയ്ക്ക് ആരോഗ്യം വേണം എങ്കിലേ ബാക്കിയുള്ളവരുടെ ആരോഗ്യവും കാത്തു സൂക്ഷിക്കാനായിട്ട് അതേപോലെ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. സോ ഫുഡ് അതുപോലെ
നമ്മള് ഇപ്പൊ ഒരുപാട് ലൈക്ക് കുട്ടികളെ ഇങ്ങനെ ഉണ്ടാകുമ്പം തൊട്ടേ ഓവർ ഈറ്റിംഗ് ആണ്. നമ്മളപ്പം തുടക്കം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിന്റെ ഇത് തുടങ്ങുമ്പോ തൊട്ട് കുഞ്ഞിന് ഏത് ഭക്ഷണമാണ് നല്ലത്? അമ്മയുടെ പാല് തൊട്ട് തുടങ്ങണം. അപ്പം 1.5 വയസ്സ് വരെ എങ്കിലും അമ്മയുടെ പാല് കൊടുത്തിരിക്കണം. അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് വലിയ വണ്ണം വെക്കാനുള്ള സാധ്യത കുറവാണ്. അവർക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാ അസുഖങ്ങളിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നത് അമ്മയുടെ പാല. അപ്പം നമ്മള് പ്രഗ്നൻസിയെ പറ്റി ചിന്തിക്കുമ്പോഴേ ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യണം. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്ലാനിങ് ഉണ്ടല്ലോ. അപ്പം പ്രഗ്നൻസിയെ പറ്റിയും ഒരു വിവാഹം കഴിഞ്ഞ് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നെ അടുത്ത ഇത് വരുമ്പോഴാണ് പ്രഗ്നൻസിയെ പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതേപ്പറ്റി തീരെ അറിവ് കുറവാണ്. എല്ലാരും എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ സാധാരണ പ്രോബ്ലംസ് ആളുകൾക്ക് വളരെ അറിവ് കുറവാണ്. എന്താണ് ഒരു പ്രഗ്നൻസി, എങ്ങനെയാണ് അതിന് കെയർ കൊടുക്കുന്നത്? പണ്ട് നമ്മുടെ ഫാമിലിയില് പ്രായമുള്ള അമ്മമാരുണ്ടായിരുന്നു, ഗ്രാൻഡ് മദേഴ്സ്, ഇവരൊക്കെ ഉള്ളപ്പം നമുക്കൊരു നല്ല അഡ്വൈസ് കിട്ടുമായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു ഹസ്ബൻഡും വൈഫും മാത്രമാണ്, രണ്ടുപേരും പഠിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. പിന്നെ ഒരു പ്രഗ്നൻസി കൂടെ ആകുമ്പോഴത്തേന് അവരാകെ അങ്ങ് വളരെ ടെൻസ് ആയി പോകും. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രഗ്നൻസിയുടെ ആദ്യ 3 മാസത്തെ പ്രശ്നങ്ങള്, പിന്നെ ഒരു കുട്ടി വരുന്ന അതിനെ എങ്ങനെ വളർത്തും, ഈ ഉള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അതേപറ്റി ഒരു അവയർനെസ് എപ്പോഴും ഉള്ളത് പ്രഗ്നൻസി ഒരു ഡോക്ടറെ കാണുക. അപ്പം ഡോക്ടർ, അതാണ് ഞങ്ങളുടെ ആന്റിനേറ്റൽ പ്രീ മാരേജ് കൗൺസിലിംഗ് എന്ന് പറയാം. അപ്പം ആ പ്രഗ്നൻസിയെ പറ്റി, ഫാമിലിയെ പറ്റിയൊക്കെ ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റും. ഈ കല്യാണം കഴിഞ്ഞാൽ ഉടനെ പിന്നെ വേറെ ഒരു കാര്യം, പല പ്രാവശ്യവും അവര് പ്രഗ്നന്റ് ആയിട്ട് പിന്നെ വരും, ഡോക്ടറെ ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല, ഞങ്ങൾക്ക് ഇപ്പൊ ഇത് വേണ്ട. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതെ നമ്മൾ പ്രഗ്നൻസിയെ പറ്റി ചിന്തിക്കുമ്പം കല്യാണത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഭാവി ഭർത്താവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, ഐ മീൻ ലൈക്ക് ഇത് വളരെ അവെയർ ആയിട്ടുള്ള ഒരു ആകേണ്ട ഒരു കാര്യമാണ്. നല്ല പ്ലാൻ ചെയ്ത് തന്നെ ഇത് പ്രഗ്നന്റ് ആവേണ്ട ഒരു അല്ലേ, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയി കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതെ അതെ. പ്രഗ്നൻസീസ് ഇപ്പൊ നമ്മൾക്കറിയാമല്ലോ, IVF ഇങ്ങനെയുള്ള കുട്ടികളില്ലാതെ ആളുകൾ എത്ര വിഷമിച്ച് നടക്കുമ്പോൾ ആളുകൾ വന്നിട്ട് ഇത് ആവശ്യമില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഫാമിലി പ്ലാനിങ്, പ്രഗ്നൻസിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അപ്പം ഡോക്ടർ തന്നെ നിങ്ങൾക്കൊരു അവയർനെസ് തരും. ഇപ്പം ഓവർ വെയിറ്റ് ആണെങ്കിൽ അത് കുറയ്ക്കുന്നതിനെ പറ്റി, ഭക്ഷണത്തെ പറ്റി, ഇങ്ങനെയുള്ള അവയർനെസ് എല്ലാം ഒരു ഡോക്ടർ നിങ്ങൾക്ക് തരും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ എത്ര വലിയ ജോലിയാണെന്ന് പറഞ്ഞാലും ഹെൽത്ത് ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല. സോ ആ ഒരു അവയർനെസ് നമ്മുടെ ആളുകളുടെ ഇടയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് തീരെ കുറവാണെന്നാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ ഇപ്പൊ നാട്ടിലും ഇവിടെയും ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ നാട്ടിലെ സ്ത്രീകൾക്കാണോ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൂടുതൽ, അതോ ഇവിടെയുള്ള സ്ത്രീകൾക്കാണോ? ഡോക്ടറിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് പറയാൻ സാധിക്കുന്നത്? രണ്ടിടത്തും ഞാൻ പറയുന്ന അവയർനെസ് കുറവാണ്. ബിക്കോസ് ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഞാനിപ്പോ എഞ്ചിനീയർ, ഡോക്ടർ ഒക്കെ ആയിട്ട് അങ്ങ് പോകുമെന്നല്ലാതെ നോർമൽ ഇപ്പൊ ഒരു ഹെൽത്ത് അവയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങൾ, അതേപറ്റിയുള്ള അവയർനെസ് അവിടെ ഇവിടെ എല്ലാം കുറവാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് തീരെ അവയർനെസ് കുറവാണ്. ബിക്കോസ് പേരൻസ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, പഠിക്കുന്നില്ല. ബുക്കിനകത്ത് പഠിച്ചു, ഇന്റർനെറ്റിനകത്ത് വായിക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അത് അപ്ലൈ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ അവയർനെസ് കുറവാണ്. ഞാനിപ്പോ അതാ ട്രൈ ചെയ്യുന്നത്. വരുന്നവരോടൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കും. ബിക്കോസ് ഇവർക്ക് ചോദിക്കാൻ ആരുമില്ല. അവര് പറയാം, അയ്യോ ഞങ്ങള് തന്നെ ഉള്ളു ഇവിടെ, ആരോട് ചോദിക്കാനാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. ഓക്കെ ഡോക്ടർ, എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലൂടെ. ഡോക്ടർ ജെമിനി പോളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലുള്ളത്. സ്പെഷ്യലിസ്റ്റ്
ഓബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയാണ് ഡോക്ടർ ജെമിനി പോൾ. NMC മെഡിക്കൽ സെന്റർ ദേറയിലാണ് കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് ഡോക്ടർ ജെമിനി പോൾ വർക്ക് ചെയ്യുന്നത്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക്. വെൽക്കം ബാക്ക് ടു NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ജെമിനി പോൾ ആണ്. സ്പെഷ്യലിസ്റ്റ് ഓബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയാണ് ഡോക്ടർ ജെമിനി പോൾ. NMC മെഡിക്കൽ സെന്റർ ദേറയിലാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത് സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തിൽ, പ്രത്യേകിച്ച് പ്രഗ്നൻസി, അത് വളരെ പ്ലാൻ ചെയ്ത് തന്നെ അതിലേക്ക് വരണമെന്നാണ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു അവയർനെസിന്റെ കുറവ് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഇടയിൽ അത് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഡോക്ടറിനെ സമീപിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഡോക്ടർ നമ്മളോട് സംസാരിച്ചത്. ഡോക്ടർ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഹെൽത്തി പ്രഗ്നൻസി ടിപ്സ് ആയിട്ട് ഡോക്ടറിന് എന്താണ് കൊടുക്കാനുള്ളത് നമ്മുടെ ലിസണേഴ്സിന്? ഐ ടോൾഡ് യു, ഞാൻ പറഞ്ഞതുപോലെ ആദ്യം തൊട്ട് പീരീഡ് മിസ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ കാണുക. അത് നിങ്ങൾ പ്രിഫറബിളി ഹസ്ബൻഡും വൈഫും കൂടെ തന്നെ പോയി കാണുക. അപ്പം ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഇവര് രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പം ഹസ്ബൻഡിന് ഒരു ഐഡിയ കിട്ടും പ്രഗ്നൻസിയെ പറ്റി. നാട്ടിലാണ് അമ്മമാരാണ് ഇവരെ സാധാരണ കൊണ്ടുപോയി കാണിച്ചൊക്കെ കൊണ്ടുപോകുന്നത്. ഇവിടെ അങ്ങനെ ഒരു ഇതില്ലാത്ത സ്ഥിതിക്ക് ഹസ്ബൻഡ് കൂടെ വരിക. മിക്കവാറും ഇപ്പൊ ജോലിക്കാരാണെങ്കിൽ പോലും വൈകിട്ടൊക്കെ എല്ലാ ക്ലിനിക്കുകളും തുറന്ന് ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് വൈകിട്ട് ആണെങ്കിലും വന്ന് രണ്ടുപേർക്കും കൂടെ വന്ന് ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങള് അറിയാൻ പറ്റും. ഫസ്റ്റ് 3 months ഞങ്ങളുടെ പ്രഗ്നൻസി എന്ന് പറയുന്നത് 3 ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈമിസ്റ്റർ, സെക്കൻഡ്, തേർഡ്. ആദ്യത്തേതെന്ന് പറഞ്ഞാല് പീരീഡ് മിസ് ചെയ്യുമ്പോ തൊട്ട് 12 ആഴ്ച വരെയാണ് ആദ്യത്തെ ട്രൈമിസ്റ്റർ. പിന്നെ 12 തൊട്ട് 28 വരെ സെക്കൻഡ്. പിന്നെ മൂന്നാമത്തെ ലാസ്റ്റ് 28 to 40. ഞങ്ങള് പ്രഗ്നൻസി 40 വീക്സ് ആയിട്ടാണ് ടോട്ടല്. ഞങ്ങള് വീക്സിലാണ് കണക്ക് കൂട്ടുന്നത്, മന്ത് അല്ല, വീക്സ് ആണ് ഡോക്ടേഴ്സ് നോക്കുന്നത്. അപ്പം ടോട്ടല് 40 ആഴ്ചയാണ്. അപ്പം ആദ്യത്തെ 3 മാസമാണ് എല്ലാവർക്കും ഏറ്റവും പ്രയാസമുള്ള സമയം. അത് പീരീഡ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എക്സാക്ട് റീസൺ വോമിറ്റിംഗിന്റെ അറിയത്തില്ല. ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാത്രം ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒരു ഛർദിൽ പോലെ കാണാം. ചിലർക്ക് ദിവസം മുഴുവൻ ഒരു നോസിയായും ഛർദിലും കാണും. അതാണ് മെയിനായിട്ട് ആളുകളുടെ പ്രയാസം. അപ്പം ഭക്ഷണം കഴിക്കാതെ വരും കൂടുതൽ. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ ഒരു ഡ്രൈ ടോസ്റ്റോ എന്തെങ്കിലും കഴിച്ചിട്ട് പതുക്കെ എഴുന്നേക്കുക. പിന്നെ ഈ ആദ്യത്തെ 3 മാസം നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക. അതാണ് അതിനകത്ത് ബേസിക് ആയിട്ടുള്ളത്. നമുക്കിപ്പോ ഒത്തിരി ഇഷ്ടമുള്ള സാധനങ്ങളോടൊക്കെ ചിലപ്പോ ഒരു വെറുപ്പ് തോന്നാം. അതുകൊണ്ട് നമ്മള് ചെയ്യാനുള്ള കാര്യം ഇഷ്ടം തോന്നുന്നത്, ചിലപ്പോ രാവിലെ കഞ്ഞി കുടിക്കാനായിരിക്കും തോന്നുന്നത്, അപ്പൊ ഇത്ര കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക. അല്ലെങ്കിൽ ഇതൊന്നും ഇഷ്ടം കാണത്തില്ല, ചിലപ്പോ ഒരു ഏത്തയ്ക്ക തിന്നാനായിരിക്കും തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുക. അത് പിന്നെ കഴിക്കേണ്ടത് ഒരു 2-3 ഡിവൈഡഡ് ഒരു 4-5 പ്രാവശ്യം സ്മോൾ ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്ത് പല പ്രാവശ്യമായിട്ട് കഴിക്കുക. 3 പ്രാവശ്യം കഴിക്കുന്നതിന് പകരം ഒരു 5 times 6 times കഴിക്കാം. പിന്നെ ഇപ്പൊ ഇവിടെ ചൂടായ സമയമല്ലേ, വെള്ളം നല്ലപോലെ കുടിക്കാൻ എപ്പോഴും ഓർക്കുക. അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ചാൻസ് ഉണ്ട്. ഈ 2 കാര്യമാണ് പ്രഗ്നൻസിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഭക്ഷണക്രമവും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത്. ബിക്കോസ് പ്രഗ്നൻസി യൂറിനറി ഇൻഫെക്ഷൻ വരാന് കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം കുടിക്കാനും ഓർക്കുക. പിന്നെ ഡോക്ടറെ റെഗുലറായിട്ട് കാണുമ്പോൾ ഞങ്ങള് ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങള്, കഴിക്കേണ്ട വൈറ്റമിൻസ്, ഇതിനെ പറ്റിയൊക്കെയുള്ള അവയർനെസ് അവർക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ അവർക്കറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ പറയാൻ സാധിക്കും. ബിക്കോസ് ആദ്യത്തെ 7 months 28 weeks വരെ ഞങ്ങൾ വൺസ് എ മന്ത് ആണ് ചെക്കപ്പ് സാധാരണഗതിയിൽ, വേറെ പ്രോബ്ലം ഇല്ലെങ്കിൽ. പിന്നെ 28 weeks കഴിയുമ്പോൾ പിന്നെ 36 weeks വരെ എല്ലാ 2 ആഴ്ച കാണും. അത് കഴിയുമ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആകും. പിന്നെ ഈ സമയത്ത് കൊണ്ട് തന്നെ നമുക്ക് തീരുമാനിക്കാം എവിടെയാണ് നമ്മുടെ ഡെലിവറി എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ യാത്രയുടെ കാര്യമാണ് മറ്റുള്ള ഒരു സംശയം. സാധാരണഗതിയിൽ ഫസ്റ്റ് 3 months ഞങ്ങള് ഈ നമ്മുടെ ഇവിടെ ലോക്കൽ യാത്രയ്ക്കൊന്നും കുഴപ്പമില്ല, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പിന്നെ പ്ലെയിൻ യാത്ര, ദൂരമുള്ള യാത്ര
ഫസ്റ്റ് 3 months നമ്മള് സാധാരണഗതിയിൽ അവോയ്ഡ് ചെയ്യാൻ പറയുന്നു വെച്ചാൽ ചാൻസസ് ഓഫ് അബോർഷൻ എന്ന് പറഞ്ഞാൽ മിസ്കാരേജ്. ഫസ്റ്റ് 3 months കുറച്ച് കൂടുതലാണ് മിസ്കാരേജിന്റെ ചാൻസ് കൂടുതലുള്ളത്. അപ്പൊ നമ്മള് ഇത് അവോയ്ഡ് ചെയ്യാൻ പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റിലുള്ള യാത്ര, അവര് എല്ലാ എയർലൈൻസുകാരും 32 ആഴ്ച വരെ അലോ ചെയ്യത്തുള്ളൂ സാധാരണഗതി യാത്ര ചെയ്യാൻ. അപ്പോഴും നമ്മുടെ ഡോക്ടറിന്റെ ലെറ്റർ വേണം. അത് പലർക്കും പറ്റുന്ന അവർ എയർപോർട്ടിൽ ചെന്നിട്ടാണ് ഈ ലെറ്റർ വേണമെന്നുള്ള കാര്യം അറിയുന്നത്. സോ നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറെ അടുത്തുനിന്ന് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കണം. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രഗ്നന്റ് ആന്ന് പറയുമ്പോൾ അവർ ആ ലെറ്റർ ചോദിക്കും. മിക്കവാറും ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. അതുകൊണ്ട് എപ്പം ഫ്ലൈറ്റ് യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പേ പ്രഗ്നന്റ് ആയിട്ടുള്ളവര് ഒരു ലെറ്റർ മേടിക്കുന്നത് നല്ലതായിരിക്കും. 32 ആഴ്ച കഴിഞ്ഞ് എയർലൈൻസ് അലോ ചെയ്യത്തില്ല യാത്ര ചെയ്യാൻ. ബിക്കോസ് ഡെലിവറിയുടെ പ്രീ ടേം ഡെലിവറി എന്തെങ്കിലും വന്നാല് അത് പ്രശ്നമാണല്ലോ ഫ്ലൈറ്റിൽ. അതുകൊണ്ട് ഇതേപ്പറ്റിയുള്ള ഒരു അവയർനെസ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പിന്നെ ഭക്ഷണം, സാധാരണ ഭക്ഷണം കഴിക്കുക, പിന്നെ എക്സസൈസ് ഒരു 20 to 30 minutes നടക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മിക്കവാറും ആളുകൾ പറയും എനിക്ക് ഭയങ്കര ക്ഷീണമാ, ജോലി കഴിഞ്ഞിട്ട് സമയമില്ല, വന്നിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒരു 30 minutes നടക്കുന്ന എപ്പോഴും ഒരു നല്ലതാണ്. അതെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഹെൽത്തി പ്രഗ്നൻസി ടിപ്സ് അല്ലെ ഡോക്ടറിന് നമുക്ക് നമ്മുടെ ലിസ്റ്റേഴ്സിന് കൊടുക്കാനുള്ളത്. ഡോക്ടർ, എന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ മറ്റൊരു എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡോക്ടർ, താങ്ക് യു സോ മച്ച് NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ വന്നതിന്. NMC മെഡിക്കൽ സെന്റർ ദേറയിലെ സ്പെഷ്യലിസ്റ്റ് ഓബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഡോക്ടർ ജെമിനി പോൾ ആണ് ഇതുവരെ NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലൂടെ നമ്മളോട് സംസാരിച്ചത്. ഡോക്ടറിന്റെ കൂടുതൽ സേവനങ്ങൾക്കായി നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം NMC മെഡിക്കൽ സെന്റർ ദേറ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ഡോക്ടറുമായി മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും അടുത്ത ആഴ്ച വരാം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലൂടെ. തൽക്കാലം ഇവിടെ വാങ്ങുന്നു ഞാൻ ആൻഡ്രിയ.